ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളില്ലേ ചാപ്റ്റർ 2ൻ്റെ തേർഡ് ടോപ്പിക്ക്, ഓക്കെ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, TQM, അതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, TQM ഈ ഒരൊറ്റ വീഡിയോയിൽ തീരത്തില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം അടുത്ത വീഡിയോയിലായിരിക്കും. TQMൻ്റെ നോക്കാം. ശരി, അപ്പോൾ ഇല്ലേ എന്താണ് TQM, അതിൻ്റെ TQMൻ്റെ പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്. അതിലോട്ടൊക്കെ വരുന്നതിന് മുമ്പില്ലേ ആദ്യം ഇത് നിങ്ങളുടെ ചിലപ്പോൾ ഇതിലുണ്ടാവില്ല കേട്ടോ. ഞാൻ ഈ തന്ന PDF ഉണ്ടാവില്ല. വേണമെങ്കിൽ എഴുതിയെടുത്തോ, അല്ലെങ്കിൽ വേണ്ട. ഞാൻ ആ TQMൻ്റെ ജനറൽ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുകയാണ്. അപ്പം ഇല്ലേ എന്താണ് ഈ TQM, എങ്ങനെ TQMലേക്ക് എത്തി എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ബേസിക്കലി ഇല്ലേ TQM എങ്ങനെ ഇവോൾവ് ആയി വന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 4 സ്റ്റേജ് ഉണ്ട്. ഓക്കെ, 4 സ്റ്റേജ്. ആദ്യം തന്നെ TQM എന്ന് പറയുന്ന സംഭവം ആൾക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്തതല്ല. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ സ്റ്റേജ് ആണ്. അതായത് ഏറ്റവും ആദ്യം, അതായത് നമ്മുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി വേണം അല്ലേ. പ്രൊഡക്റ്റിന് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും ആ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. രണ്ടാമത് വാങ്ങിക്കണമെങ്കിലോ അല്ലെങ്കിൽ ആൾക്കാരെ റെഫർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിലോ ഒക്കെ പ്രൊഡക്റ്റിന് എന്ത് വേണം, ക്വാളിറ്റി വേണം. അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണ്ടേ, പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ കമ്പനീസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നു. ഇൻസ്പെക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇൻസ്പെക്ഷൻ. അപ്പോൾ ഇൻസ്പെക്ഷനിൽ എന്താണ്, ഇൻസ്പെക്ഷൻ ഫസ്റ്റ് ലെവലാണ്. ഇതിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ മെഷർ ചെയ്യുകയാണ് മാത്രമാണ് ചെയ്യണത്. ഇൻസ്പെക്റ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് എന്തെങ്കിലും സേ ഓയിലാണെന്ന് വിചാരിക്കുക. കോക്കനട്ട് ഓയിലാണ് പ്രൊഡക്റ്റ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ പ്രൊഡക്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കമ്പനികൾ ചെയ്യുമ്പോൾ ഈ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കറക്റ്റ് ക്വാണ്ടിറ്റി ആണോ, ഓരോ പാക്കറ്റിലും കറക്റ്റ് 1 ലിറ്റർ അല്ലെങ്കിൽ 1 കിലോ ഓയിൽ നിന്നാണെങ്കിൽ ആ 1 കിലോ വെയിറ്റ് ഉണ്ടോ, കണ്ടോ, പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുവാണ്. ക്യാരക്ടറിസ്റ്റിക്സ്, ഓയിലിൻ്റെ കളറ് കറക്റ്റ് ആണോ, എല്ലാ പ്രാവശ്യവും സെയിം ആണോ കളറ്, അല്ലെങ്കിൽ ഇടക്ക് വെച്ച് കളറ് മാറിപ്പോകുന്നുണ്ടോ. ചിലപ്പോൾ ഇത് കൂടുതൽ ഹീറ്റായ കളറ് മാറുമായിരിക്കും. മനസ്സിലായി. ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് എന്തെങ്കിലും ബിസ്ക്കറ്റാണ്, ബിസ്ക്കറ്റ് കുറച്ചും കൂടെ ഹീറ്റ് ആയി കഴിഞ്ഞാൽ കളർ മാറി ആ ബ്രൗൺ എന്നുള്ളത് ഇത്തിരി ഡാർക്ക് ബ്രൗൺ ആയി പോകും. മനസ്സിലായോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ ഇൻസ്പെക്ഷൻ, അതാണ് ഏറ്റവും നമ്മളെ LKG സ്റ്റേജാണ് ഇൻസ്പെക്ഷൻ. പ്രൊഡക്റ്റിനെ ഇൻസ്പെക്ട് ചെയ്യും. ക്ലിയർ അല്ലേ. അത് പോരാ, അത് മാത്രം പോരാ എന്ന് മനസ്സിലാക്കിയപ്പോൾ കമ്പനികൾ അടുത്ത സ്റ്റേജിലോട്ട് പോയി, ക്വാളിറ്റി കൺട്രോൾ സ്റ്റേജ്. അതിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ കുറച്ചും കൂടെ ഫോക്കസ് തുടങ്ങി. ഇങ്ങനെ സ്പെസിഫിക്കേഷൻ മെഷർ ചെയ്യൽ മാത്രമല്ല, പ്രൊഡക്റ്റ് ഓവറോൾ പ്രൊഡക്റ്റിന് നല്ല ക്വാളിറ്റി ഉണ്ടോ, അതെങ്ങനെ നമ്മൾ ഉറപ്പ് വരുത്തും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കമ്പനികൾ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതും പോരാന്ന് തോന്നിയപ്പോൾ അടുത്ത സ്റ്റേജാണ് ക്വാളിറ്റി അഷ്വറൻസ്. ക്വാളിറ്റി കൺട്രോൾ കഴിഞ്ഞ് ക്വാളിറ്റി അഷ്വറൻസ്, ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടി. ക്വാളിറ്റി അഷ്വറൻസ് ഈ ലെവൽ കുറച്ചും കൂടെ LKG UKG അടുത്ത ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അടുത്ത ലെവലാണ്. ഇതിൽ പ്രൊഡക്ട്സിൽ മാത്രമല്ല ഫോക്കസ്, കമ്പനികൾ പ്രോസസ്സിലും കൂടെ ഫോക്കസ് ചെയ്ത് തുടങ്ങി. എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പല പല പ്രോസസ്സുകൾ ഉണ്ടാവുമല്ലോ, ആ പ്രോസസ്സിലേക്കും കൂടെ കുറച്ച് ഫോക്കസ് നോക്കി തുടങ്ങി. അതായത് ഏറ്റവും അവസാനം വരുമ്പോൾ ഔട്ട്പുട്ട് ശരിയാണോ എന്ന് മാത്രമല്ല കമ്പനികൾ നോക്കുന്നത്. പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഇൻപുട്ട് ചെയ്ത് എന്തോ ഒരു പ്രോസസ്സിൽ കടന്നു പോയിട്ടാണ് ഔട്ട്പുട്ട് ആവുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ മെയിൻ പ്രോസസ്സ് മാത്രമല്ല കേട്ടോ, കമ്പനികളിലെ എല്ലാ പ്രോസസ്സും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ബില്ല് കിട്ടി, ആ ബില്ല് അക്കൗണ്ട് ചെയ്ത് സപ്ലയറിന് പേയ്മെൻറ്റ് കൊടുക്കണം, അതൊരു പ്രോസസ്സല്ലേ. അങ്ങനെ പ്രോസസ്സുകളിലും കൂടി കമ്പനികൾ ഫോക്കസ് ചെയ്ത് തുടങ്ങി. എന്നാലാണ് ഏറ്റവും അവസാനം നമ്മുടെ പ്രൊഡക്റ്റ് ഒപ്റ്റിമൽ ക്വാളിറ്റി ആവുള്ളൂ എന്ന് കമ്പനികൾക്ക് മനസ്സിലായി. അല്ലാണ്ട് വെറുതെ ഔട്ട്പുട്ടിൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, പ്രൊഡക്റ്റിൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഫോക്കസിലും നോക്കി തുടങ്ങി. ഓക്കെ, അതാണ് തേർഡ് സ്റ്റേജ്. ഫോർത്ത് സ്റ്റേജാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇതിൽ പ്രോസസ്സിലും പ്രൊഡക്റ്റിലും മാത്രമല്ല, കമ്പനികൾക്ക് മനസ്സിലായി ഇതിങ്ങനെ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിനോ പ്രോസസ്സിനോ മാത്രം വേണ്ടിയിട്ടുള്ളതല്ല, നമ്മുടെ ഒരു കൾച്ചറാണെന്ന് മനസ്സിലായി. ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കൾച്ചറാണ്. നമ്മുടെ എൻറ്റയർ ഓർഗനൈസേഷൻ ആ ഒരു കൾച്ചറിൽ നിൽക്കണം. ക്വാളിറ്റി എന്ന് പറഞ്ഞ കൾച്ചർ നമ്മളുടെ ഫുൾ ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ആരൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാത്തിലും ക്വാളിറ്റി ഉറപ്പ് വരുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യണ ക്വാളിറ്റി നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫോം ചെയ്ത പ്രിൻസിപ്പിളാണ്, ഒരു അപ്രോച്ചാണ്
ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ബേസിക്കലി എന്താണെന്നൊരു ഐഡിയ കിട്ടിയില്ലേ? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലുള്ള ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിലോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിലെന്ന് പറയുന്നത് ടി ക്യു എമ്മിൽ നമ്മുടെ അവർ ഫോക്കസ് ഇസ് നോട്ട് ഓൺ എ പ്രൊഡക്റ്റ് ഓർ പ്രോസസ്, വി ആർ ഫോക്കസിങ് ഓൺ ദ എൻറ്റയർ ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി എൻ്റെ ഡെഫിനേഷൻ വായിച്ച് ഈസി ആയിട്ട് മനസ്സിലാവും. സോ എന്താണ് ടി ക്യു എം? ടി ക്യു എം ഇസ് ആൻ ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് കോംപ്രഹെൻസീവ് സിസ്റ്റം. ഓക്കെ, ഇൻറ്റഗ്രേറ്റഡ് എല്ലാം കമ്പനി മൊത്തം ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന ഒരു സിസ്റ്റമാണ്. എന്തിനു വേണ്ടി? സിസ്റ്റം ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓൾ ബിസിനസ് ഫങ്ഷൻ. കണ്ട, ഓൾ ബിസിനസ് ഫങ്ഷൻ. ബിസിനസ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റിംഗ്, ഫൈനാൻസ്, പ്രൊഡക്ഷൻ, കസ്റ്റമർ സർവീസ്. ബിസിനസ്സിൽ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ അതെല്ലാം പ്രോപ്പറായിട്ട് പ്ലാൻ ആൻഡ് കൺട്രോൾ ചെയ്യുവാണ്. എന്തിനു വേണ്ടി? സോ ദാറ്റ് ദ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഓർ ദ സെൻഡേഴ്സ് സർവീസസ് റെൻഡേർഡ് മീറ്റ് ഓർ എക്സീഡ് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ. സോ വി ആർ ഗോയിങ് ടു കൺട്രോൾ ദ എൻറ്റയർ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിൽ എല്ലാം പ്ലാൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, എല്ലാ ഫങ്ഷൻസും സിസ്റ്റമാറ്റിക് ആയിട്ട്. എന്തിനു വേണ്ടി? സോ ദാറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് ഇറ്റ് വിൽ എക്സീഡ് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ. കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അത് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് എക്സീഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ബിസിനസ്സിലെ എല്ലാ ഫങ്ഷൻസിനെയും നമ്മൾ പ്ലാൻ ആൻഡ് കൺട്രോൾ ചെയ്യുന്ന ആ സിസ്റ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ. കണ്ട, ടോട്ടൽ എന്ന് പറഞ്ഞാൽ എല്ലാ എംപ്ലോയീസും വേണം, അതേപോലെ ഈ കമ്പനി മുഴുവനായിട്ട്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ അതാണ് ബേസിക്കലി ടി ക്യു എം. ഇനി ടി ക്യു എമ്മിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം പഠിക്കാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ടി ക്യു എമ്മിൻ്റെ പ്രിൻസിപ്പിൾസ്, ജനറൽ പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്. ഓക്കെ, ടി ക്യു എമ്മിൽ എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓർഗനൈസേഷനെ മൊത്തമായിട്ടാണ് നോക്കുന്നത്. ആരൊക്കെ ഉണ്ടാവണം, കുറച്ച് എംപ്ലോയീസ് ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രമാണോ അല്ലെങ്കിൽ മൊത്തം എംപ്ലോയീസ് വേണോ? പിന്നെ നമ്മളിവിടെ എന്താണ് നമ്മളുടെ ഫോക്കസ്? കസ്റ്റമറിനെയാണോ ഫോക്കസ് ചെയ്യണത്, എംപ്ലോയീസിനെയാണോ ഫോക്കസ് ചെയ്യണത്, നമ്മുടെ പ്രൊഡക്റ്റിനെ മാത്രമാണോ ഫോക്കസ് ചെയ്യണത്? അങ്ങനെ എന്തൊക്കെയാണ് ടി ക്യു എം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദി പ്രിൻസിപ്പിൾസ് ബിഹൈൻഡ് ടി ക്യു എം? അതാണ് ഫസ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു 6 C's ഓഫ് ടി ക്യു എമ്മും ഒരു 4 P's ഓഫ് ടി ക്യു എം എന്ന് പറഞ്ഞൊരു സംഭവം പഠിക്കാനുണ്ട്. ഓക്കെ, ബേസിക്കലി അത്രയും ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ടി ക്യു എമ്മിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞുതരാം, പിന്നെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ടി ക്യു എമ്മിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കസ്റ്റമർ ഫോക്കസ്. ദ ഫോക്കസ് ഇസ് ഓൺ കസ്റ്റമർ. അല്ലാണ്ട് നമ്മൾ പ്രൊഡക്റ്റിൽ മാത്രമല്ല. കാരണം ഒരു പ്രൊഡക്റ്റ് അവസാനം വെർഡിക്റ്റ് തരാൻ പോണത് ആരാണ്? കസ്റ്റമറാണ്. അപ്പോൾ ടി ക്യു എമ്മിൻ്റെ ഫോക്കസ് ഇസ് ഓൺ കസ്റ്റമർ. ക്ലിയർ അല്ലേ? ശരി, ഞാനിത് ജസ്റ്റ് പറഞ്ഞു പോയാൽ പോലെ, അല്ലാണ്ട് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് പറയണമെന്നില്ലല്ലോ. അത് സിമ്പിളാക്കി എഴുതിയേക്കുന്നത്. ഞാൻ പല പല സ്ഥലത്തു നിന്നൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്ത് നല്ല സിമ്പിളാക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ജസ്റ്റ് ഓരോന്ന് പറയാം. ഓക്കെ, അടുത്തത് ടോട്ടൽ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്. ഈ ടി ക്യു എം എന്ന് പറയണത്, അതായത് നമ്മൾ പറഞ്ഞില്ലേ ടി ക്യു എം ഒരു കൾച്ചറാണ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു കൾച്ചറായിട്ട് മാറാൻ പോവാണ് ടി ക്യു എമ്മിൽ. ടി ക്യു എം അല്ല, ടി ക്യു എമ്മിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കൾച്ചറാണ്. അല്ലാണ്ട് ഒരു ക്വാളിറ്റിക്ക് വേണ്ടി ഒരു സ്റ്റാഫിനെയും നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ട് നീ ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ നോക്ക്, അങ്ങനെയല്ല. ടി ക്യു എം ക്വാളിറ്റി ഈസ് കൺസിഡർഡ് ആസ് എ കൾച്ചർ. അത് ഓർഗനൈസേഷൻ മൊത്തമായിട്ട് ഉള്ള ഒരു കൾച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ടി ക്യു എം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി ടോട്ടൽ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്. അല്ലാണ്ട് ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രമോ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ് ഡെലിഗേറ്റ് ചെയ്ത് കുറച്ച് പേര് ക്വാളിറ്റിയുടെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെയല്ല. ടി ക്യു എമ്മിൽ ഫോർ ഇംപ്ലിമെൻറ്റിങ് ടി ക്യു എം ടോട്ടൽ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് ഇസ് നെസസറി. നെക്സ്റ്റ്, പ്രോസസ് സെൻറ്റേർഡ്. കണ്ടോ, ടി ക്യു എം പ്രോസസ് സെൻറ്റേർഡ് ആണ്. അതായത് നമ്മൾ പ്രൊഡക്റ്റിൽ മാത്രമല്ല, എല്ലാ പ്രോസസ്സിലും നമ്മളുടെ ഫോക്കസ് ഉണ്ട്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കുന്നതിനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ പ്രൊഡക്റ്റിനെ മാത്രമല്ല കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബില്ല് അക്കൗണ്ട് ചെയ്യുക, ഒരു സപ്ലയറിന് പേയ്മെൻറ്റ് കൊടുക്കുക, അതൊരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ടി ക്യു എമ്മിൽ ടി ക്യു എമ്മിൻ്റെ ഒരു ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളിലുള്ള എല്ലാ ആക്ടിവിറ്റീനെയും നമുക്ക് പ്രോസസ്സാക്കി തിരിക്കാൻ പറ്റും. ചെറിയ ചെറിയ പ്രോസസ്സുകളാക്കി തിരിക്കാൻ പറ്റും. അങ്ങനെ ഓരോ ആക്ടിവിറ്റീനെയും പ്രോസസ്സാക്കി തിരിച്ചിട്ട് അതിനൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുക. എങ്ങനെ ചെയ്യണം, ആ പ്രോസസ്സ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നോക്കുക. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്, ആ പ്രോസസ്സ് എല്ലാവരും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഷുർ ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സിൽ നിന്ന് മാറാതിരുന്നാൽ മതി. എന്തെങ്കിലും
എന്തെങ്കിലും പ്രോസസ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, സോ TQM ഇസ് ബേസിക്കലി പ്രോസസ് സെൻറ്റേർഡ്. ഓക്കെ, നെക്സ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം. നമ്മളിവിടെ പറഞ്ഞില്ലേ TQM എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ആണ്. ഇൻറ്റഗ്രേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നതില്ലേ, സി ഇതിൽ നമ്മളുടെ കമ്പനിയിൽ പല പല ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പം മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രൊഡക്ഷൻ എല്ലാം വേറെ വേറെ ഫങ്ഷനാണ്. ഇതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് സിസ്റ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റമാണ്, അല്ലാണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല. ഇറ്റ് ഈസ് ആൻ ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം. TQM-ൽ നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഓർഗനൈസേഷനിലും പല പല വർക്ക് കൾച്ചറാണ്. ക്വാളിറ്റി നമ്മൾക്ക് വേണം എന്നുണ്ടെങ്കിൽ, ഇഫ് വി നീഡ് ടു എൻഷുർ ക്വാളിറ്റി ഇൻ ഇറ്റ്സ് പ്രോഡക്റ്റ്, ഇൻ അവർ പ്രോഡക്റ്റ്, വി ഹാവ് ടു കണക്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ഫങ്ഷൻസിനെയും നമ്മൾ കണക്ട് ചെയ്യണം. എന്നിട്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ തന്നെ കൾച്ചറാക്കി മാറ്റണം. അതാണ് ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ്, സ്ട്രാറ്റജിക് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച്. അപ്പോൾ നോക്കിയേ, സ്ട്രാറ്റജിക് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് എല്ലാ കമ്പനിക്കും എന്തുണ്ടാവും, ഒരു വിഷൻ, മിഷൻ, അങ്ങനെ ലോങ് ടേം പ്ലാനൊക്കെ ഉണ്ടാവില്ലേ. അപ്പം നമ്മൾ എന്ത് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയറൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും ഇറ്റ് ഷുഡ് ബി ബേസ്ഡ്, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി അലൈൻഡ് വിത്ത് ദ കമ്പനീസ് വിഷൻ, മിഷൻ, ലോങ് ടേം പ്ലാൻസ് എന്നൊക്കെ പറയില്ലേ. കമ്പനിയുടെ വിഷൻ, മിഷനൊക്കെ ആയിട്ട് അലൈൻ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എല്ലാ പ്രോസസ്സുകളും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഉറപ്പുവരുത്തണം TQM-ൽ. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. TQM ഇസ് എ സ്ട്രാറ്റജിക് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച്. ഓക്കെ, നെക്സ്റ്റ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ TQM എന്ന് പറയുന്നത് ഒരു വൺ ടൈം പ്രോസസ്സ് അല്ല. ഓക്കെ, നമുക്ക് ക്വാളിറ്റിക്ക് വേണ്ടി ഈ വീക്ക് ക്വാളിറ്റിക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം, അങ്ങനെയല്ല TQM. TQM എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ്, TQM ഒരു പ്രോഗ്രാം അല്ല. TQM എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. മനസ്സിലായ? TQM കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലാണ്ട് അതൊരു വൺ ടൈം പ്രോഗ്രാം അല്ല. ഓക്കെ, TQM is not one and done thing. നമുക്ക് കംപ്ലീറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ വേണമെങ്കിൽ അത് ഒറ്റ ദിവസത്തിൽ നമുക്ക് നടത്തുന്ന കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂലി നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് TQM ഇസ് ഫാക്ട് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. TQM എപ്പോഴും ഫാക്ട്സിന് അല്ലെങ്കിൽ ഡേറ്റ സെൻട്രിക് ആണ്. ഡേറ്റേനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് TQM ഇംപ്ലിമെൻറ്റ് ചെയ്യണത്. ഓക്കെ, അതായത് നമ്മൾ വെറുതെ ഓരോരോ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അങ്ങനെയൊന്നും അല്ല. TQM-ൽ നമ്മൾ എല്ലാ ആക്ടിവിറ്റീനെയും പ്രോസസ്സുകളാക്കി തിരിക്കും. ആ പ്രോസസ്സുകൾ നമ്മൾ കറക്റ്റായിട്ട് അതിന് സ്റ്റെപ്സൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തും, എന്നിട്ട് ആ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്താണ് അത് നമ്മൾ എപ്പോഴും മെഷർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എപ്പോഴും ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ്, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഓക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഇത്ര എറേഴ്സ് സംഭവിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ മിസ്റ്റേക്ക് സംഭവിച്ചു, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് TQM വർക്ക് ചെയ്യണത്. ബിക്കോസ് ഇതൊരു വൺ ടൈം സ്റ്റെപ്പ് അല്ലല്ലോ, വൺ ടൈം തിങ് അല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ TQM എന്ന് പറയുന്നത് ഒരു ഡേറ്റ ഡ്രിവൺ സിസ്റ്റമാണ്. അതുകൊണ്ട് എപ്പോഴും അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ഫാക്റ്റ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് TQM-ൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് TQM ഇസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളുടെ ഇനിയുള്ള ഒബ്ജക്റ്റീവ് എന്താണ്, എല്ലാ കാര്യങ്ങളും ആ ഓർഗനൈസേഷൻ ഫുൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ബിക്കോസ് ഇങ്ങനെ ഒരു സംഭവം TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, നമ്മൾ ഇനി മുതൽ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യാൻ പോകണം. വാട്ട് എവർ വി ഡു ഇറ്റ് ഷുഡ് ബി ഓഫ് ടോപ്പ് ക്വാളിറ്റി എന്നുള്ളൊരു സിസ്റ്റം നമ്മൾ കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അതൊരു കൾച്ചറാക്കി മാറ്റുകയാണെങ്കിൽ ഓൾ ദ എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ ഷുഡ് ബി അവെയർ ഓഫ് ദാറ്റ്. അപ്പോൾ അതാണ് TQM-ൻ്റെ ലാസ്റ്റ് പ്രിൻസിപ്പിൾ, കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ അല്ലടാ? സോ ഇതാണ് 8 പ്രിൻസിപ്പിൾസ് ഓഫ് TQM എന്ന് പറയുന്നത്. ക്ലിയർലി? ആദ്യം നമ്മൾ പ്രിൻസിപ്പിൾസ് പഠിച്ചു, ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം. 6 Cs ആൻഡ് 4 Ps സാധനങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ശരി.